ഐ ആം ബെന്നി. ഞാൻ കാക്കനാട് ഹോട്ടൽ ഹിൽവിൽ എക്സിക്യൂട്ടീവ് ഷെഫാണ്. ഞങ്ങളുടെ ഒരു റൂഫ് ടോപ്പ് റെസ്റ്റോറൻറ്റ് ഓപ്പൺ ചെയ്തിട്ടുണ്ട്. ഓസോൺ എന്നാണ് റെസ്റ്റോറൻറ്റ് പേര്. 6 to 11 ആണ് ഇതിൻ്റെ ഓപ്പണിംഗ് ടൈം. എല്ലാവർക്കും ഫാമിലിയായിട്ട് വന്ന് എൻജോയ് ചെയ്യാവുന്ന ഒരു ആംബിയൻസാണ്. ഇവിടെ നമ്മൾ കുറച്ച് പുതിയ മെനു ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. അതിലൊരു വെറൈറ്റി ഡിഷാണ് ഞാനിപ്പോൾ ഇവിടെ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത്. നിങ്ങൾക്ക് എല്ലാവർക്കും വീട്ടിലുണ്ടാക്കി നോക്കാൻ പറ്റുന്നൊരു ഡിഷാണത്. കോഴിക്കിഴി എന്നാണ് അതിൻ്റെ പേര്. ട്രഡീഷണൽ കേരള ടേസ്റ്റ്, നമ്മുടെ സൗത്ത് ഇന്ത്യൻ ടേസ്റ്റിലാണ് ഞാനത് പ്രിപ്പറേഷൻ ചെയ്യാൻ പോകുന്നത്. അത് നിങ്ങൾക്ക് എല്ലാവർക്കും പെട്ടെന്ന് വീട്ടിൽ ചെയ്യാൻ പറ്റുന്ന ഡിഷാണ്. അതിലേക്ക് നമുക്ക് കടക്കാം. ഞാൻ നിൽക്കുന്നത് ഇപ്പോൾ ആ റൂഫ് ടോപ്പ് റെസ്റ്റോറൻറ്റിലാണ്. നമ്മുടെ അതിന് വേണ്ട ചേരുവകളാണ്, അതിൻ്റെ ഇൻഗ്രീഡിയൻസാണ് നമ്മളിവിടെ വെച്ചിരിക്കുന്നത്. ആദ്യമേ നമുക്കതിന് വേണ്ടത് ചിക്കൻ നമ്മൾ നല്ല ബോൺലെസ് ആയിട്ട് എടുത്ത ഒരു പീസ്, ഒരു 8 പീസ്. നമ്മൾ റെസ്റ്റോറൻറ്റ് പീസ് ആകുമ്പോൾ ഒരു 8 പീസാണ് നമ്മൾ കൊടുക്കുന്നത്. വീട്ടിൽ നമുക്ക് ആവശ്യമനുസരിച്ച് നമുക്കത് കട്ട് ചെയ്തെടുക്കാം. ലൈം ജ്യൂസ്, ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, ഗരം മസാല പൊടിച്ചത്, ടർമറിക് പൗഡർ, കൊറിയാണ്ടർ പൗഡർ, ചില്ലി പൗഡർ, സോൾട്ട്, കുരുമുളക് പൊടി, ടൊമാറ്റോ, ഗ്രീൻ ചില്ലി, കർലീഫ്, ഓണിയൻ. ഇത്രയും സാധനങ്ങൾ നമുക്ക് അതിന് വേണ്ടത്. നമുക്കതിന് മസാല മാറിനേഷൻ നമുക്ക് അടക്കാതെ നമ്മൾ ചിക്കൻ ബോൺലെസ് ചെയ്ത ചിക്കൻ നമ്മൾ ഈ പാത്രത്തിലേക്ക് ഇട്ട് അതിനുശേഷം നമുക്ക് കുറച്ച് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് നമുക്ക് ആഡ് ചെയ്യാം. ദെൻ കുറച്ച് ലൈം ജ്യൂസ്, ചെറിയൊരു സോറിന് വേണ്ടി നമുക്ക് കുറച്ച് ലൈം ജ്യൂസ് നമുക്ക് അതിനകത്ത് ആഡ് ചെയ്യാം. ആവശ്യമായ ഉപ്പ്, ഓരോരുത്തർക്കും ഓരോ രീതിയിലുള്ള ആവശ്യമായ ഉപ്പുകളിടാം. കുറച്ച് ടർമറിക് പൗഡർ, റെഡ് ചില്ലി പൗഡർ, കാശ്മീരി ചില്ലി പൗഡറാണ്, കുറച്ച് കളർഫുള്ളായിട്ടിരിക്കും. കുറച്ച് പെപ്പർ പൗഡർ, ബ്ലാക്ക് പെപ്പർ പൊടിച്ചതാണ്, അത് കുറച്ച് ഇട്ടാൽ മതിയാവും. അതിനുശേഷം കുറച്ച് ഗരം മസാല പൊടിച്ചത്, അതിൻ്റെ ആ ഫ്ലേവർ, നാടൻ മസാല എല്ലാം കൂടി ചേർത്ത് പൊടിച്ചത് ഇട്ടിട്ട് നമ്മൾ മാരിനേറ്റ് ചെയ്യുക. നന്നായിട്ട് മിക്സ് ചെയ്യുക. മിക്സ് ചെയ്തൊരു 3 to 5 minutes വെച്ചിരുന്നാൽ നന്നായിട്ട് അതിൽ ഉപ്പെല്ലാം പിടിച്ച് നല്ല ടേസ്റ്റി ആയിരിക്കും. അതിനുശേഷം നമ്മൾ ബർണർ കത്തിച്ച് തവ വെച്ച് കുറച്ച് കോക്കനട്ട് ഓയിൽ ഒഴിക്കാം. ഒത്തിരി ഓയിലി അല്ല ഈ ഡിഷ്, അതുകൊണ്ട് തന്നെ എല്ലാവർക്കും വളരെ ഇഷ്ടപ്പെടുന്നൊരു സംഭവമാണ്. നമ്മൾ ഏകദേശം ഓയിൽ ചൂടായിട്ടുണ്ട്. നമ്മുടെ മസാല പിടിച്ച ചിക്കൻ റെഡി ആയിട്ടുണ്ട്. നമുക്കിത് എണ്ണയിലേക്ക് ഇടാം. നമുക്ക് കുറച്ച് കോക്കനട്ട് ഓയിൽ മതി. ഒരു പെട്ടെന്ന് കുക്കാവും. നമ്മൾ പെട്ടെന്ന് കുക്കാനായിട്ട് ഒരു പൊടിക്കൈ എന്ന് പറയുന്നത് കുറച്ച് കോൺഫ്ലോർ ഇതിൽ നമ്മളൊന്ന് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ചിക്കൻ പെട്ടെന്ന് കുക്കാവും. അപ്പം വെള്ളത്തിലിടാത്തത് കൊണ്ട് നമ്മൾ ജസ്റ്റ് ഇത് തവ ഫ്രൈ ആണ്. അപ്പോൾ അത് ആ കോൺഫ്ലോറിൽ ഇട്ട് കഴിയുമ്പോഴത്തേന് പെട്ടെന്ന് ഇത് നല്ല ഒരു കുക്കായിട്ട് വരും. അപ്പോൾ ഈ ഡിഷ് നമുക്ക് ശകലം വെറ്റായിട്ടാണ്, കുറച്ച് ഗ്രേവി ഉണ്ടാവും. അപ്പോൾ അതിൽ നമുക്ക് അപ്പവോ ഇടിയപ്പവോ പൊറോട്ടയോ ചപ്പാത്തി എന്തിൻ്റെ കൂടെ വേണ്ടി നമുക്ക് കഴിക്കാൻ പറ്റുന്ന ഒരു ഡിഷാണ്. അത്യാവശ്യം സ്റ്റാർട്ടറായിട്ട് നമുക്കത് ഉപയോഗിക്കാം, അധികം ഗ്രേവി ഇല്ലാത്തത് കൊണ്ട്. 2 ഗ്രീൻ ചില്ലി കൂടി അതിലേക്ക് നമുക്ക് ആഡ് ചെയ്യാം. നമ്മൾ ആദ്യം പറഞ്ഞ കറിവേപ്പില 2 പീസ് ഒന്ന് കീറി ഇട്ട് കഴിഞ്ഞാൽ അതിൻ്റെ ആ ഫ്ലേവർ ഒന്ന് നമ്മൾ കയ്യിലൊന്ന് പിടിച്ചിട്ട്, ഈ ചിക്കൻ കുക്കാവുന്ന ടൈമിൽ നമുക്ക് അതിൻ്റെ കുറച്ച് മസാല വയറ് സെപ്പറേറ്റ് അടിക്കേണ്ടതായിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ആവശ്യമായത് കുറച്ച് കോക്കനട്ട് ഓയിൽ, നമ്മളിവിടെ സ്ലൈസ് ചെയ്ത് വെച്ചിരിക്കുന്ന ഓണിയനുണ്ട്, അതൊരു കുറച്ച് അതിനകത്ത് നമുക്ക് ആഡ് ചെയ്യാം. സ്വല്പം ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, സ്വല്പം ഗ്രീൻ ചില്ലി, 2 പീസ് ഗ്രീൻ ചില്ലി, കുറച്ച് കർലീഫ്. ശരിക്കും ഈ വളരെ സ്ലോ ഫ്ലെയിമിൽ മതി, കാരണം അത് കരിയാതിരിക്കാനും അടി പിടിക്കാതിരിക്കാനും നമ്മളത് സഹായിക്കും. ഇത് കുറച്ച് സോൾട്ട് ആഡ് ചെയ്യും. ഇത് എല്ലാവരും വീട്ടിൽ പരീക്ഷിച്ച് നോക്കണം. വളരെ നല്ലൊരു ഡിഷാണ്. നമ്മളിത് വാഴയിലാണ് നമ്മളിത് കിഴി കെട്ടുന്നത്, അപ്പോൾ അതിനൊരു പ്രത്യേക ഫ്ലേവർ ഉണ്ടാവും. ബ്രൗൺ ആയി കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് ടൊമാറ്റോ കൂടി ആഡ് ചെയ്യാലേക്ക് നമുക്ക് ഈ സെയിം മസാലകൾ കുറേശ്ശെ ഇതിൽ ആഡ് ചെയ്യണം. നമുക്ക് ഏകദേശം നമ്മുടെ ചിക്കൻ കുക്കായിട്ടുണ്ട്. നമുക്ക് ഈ മസാല നമുക്കിതിലേക്ക് നമുക്ക് ഇടാം. ഇപ്പോൾ ഏകദേശം നമ്മുടെ കോഴിക്കിഴിയുടെ മസാല ഏകദേശം പൂർണ്ണമായിട്ട് റെഡി ആയിട്ടുണ്ട്. പിന്നെ നമുക്കിതിലെ കിഴി നമുക്ക് സ്റ്റീം ചെയ്താണ് നമ്മൾ എടുക്കുന്നത്. അതിനുവേണ്ടി നമ്മൾ ഒരു ചെറിയൊരു സ്റ്റീമർ നമ്മൾ ഇതിലേക്ക് വയ്ക്കുകയാണ്. ഈ ചിക്കൻ നമ്മൾ വാഴയിലേക്ക് നമ്മൾ ഇടുകയാണ്. നമ്മൾ വാട്ടി വെച്ചിരിക്കുന്ന വാഴയിലാണിത്. അതിലേക്ക് നമ്മൾ ഇട്ട്
നമ്മളിതൊരു കിഴിയായിട്ട് നമ്മൾ കെട്ടുകയാണ്. അത് നമ്മളൊരു വാഴയിലയുടെ തന്നെ ഒരു തണ്ട് നമ്മൾ എടുത്തിട്ട് അതിൻ്റെ ഒരു നാര് പോലെ ആക്കി വെച്ചാൽ ഇപ്പോൾ നമ്മളൊരു കിഴിയായിട്ട് കെട്ടിയിരിക്കുകയാണ്. ഈ കിഴിയാണ് നമ്മൾ ഇതിലേക്ക് വെച്ചിട്ട് നമ്മൾ സ്റ്റീം ചെയ്യുന്നത്. ഇതാണ് നമ്മൾ കോഴിക്കിഴി എന്നുള്ള ഉദ്ദേശിക്കുന്നത്. ഇതിലേക്ക് നമ്മൾ വെച്ചിട്ട് ഇനി അത് നല്ല ശരിക്കും സ്റ്റീം ആകുമ്പോൾ ആ വാഴയിലയുടെ ഫ്ലേവർ ഇറങ്ങി ആ കോക്കനട്ട് ഓയിലിൻ്റെ കറിവേപ്പിലയുടെ എല്ലാത്തിൻ്റെയും കൂടി ഒരു ഫ്ലേവർ ആ ഗരം മസാലയുടെയൊക്കെ വരുമ്പോഴത്തേക്ക് ഒരു നല്ലൊരു ട്രഡീഷണൽ കേരള ടേസ്റ്റ് അതിന് ഫീൽ ചെയ്യും. അപ്പോൾ നമ്മുടെ കോഴിക്കിഴി ഏകദേശം സ്റ്റീം ആയിട്ടുണ്ട്. അപ്പോൾ നല്ല ശരിക്കും അതിനകത്ത് ആവിയൊക്കെ കയറി ആ വാഴയിലയുടെ ഫ്ലേവറും എല്ലാം കൂടിയായി നല്ല ടേസ്റ്റി ആയിട്ടിരിക്കുകയാണ്. നമുക്കത് ഓപ്പൺ ചെയ്യാം. നമ്മളിവിടെ ഒരു പ്ലേറ്റ് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് ആ പ്ലേറ്റിലേക്ക് നമുക്കിത് എടുത്ത് വയ്ക്കാം. അപ്പോൾ ഈ രീതിയിൽ നമ്മൾ ഗസ്റ്റിൻ്റെ മുന്നിൽ നമ്മൾ കൊണ്ടുപോയി സെർവ് ചെയ്യുന്നത്. ഇത് ഞങ്ങൾ ഹോട്ടൽ ഹിൽവിയിലൊരു സ്പെഷ്യൽ ഡിഷാണ്. ഇപ്പോൾ ആവി നിലനിൽക്കുന്നുണ്ട്, അതിനകത്ത് ആവി ആ സ്റ്റീമോടുകൂടി വരുന്നുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണം. വളരെ ടേസ്റ്റിയാണ്, നന്നായിട്ട് ടേസ്റ്റി ഫീൽ ചെയ്യുന്നൊരു ഡിഷാണ്.